ഈ കറുകറുത്ത ഈ ടെഫ്ലോൺ കോട്ടിങ് ഇതിലുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അശേഷം ഇപ്പം ഇല്ല. നിങ്ങളിത് ശരിക്കും നിങ്ങൾ അടുക്കളയിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഈ ടെഫ്ലോൺ കോട്ടിങ്ങിൻ്റെ സാധാരണ ഉപയോഗം മനുഷ്യർക്ക് ക്യാൻസർ ഉണ്ടാക്കും. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ എണ്ണ ഉപയോഗിച്ചാൽ 260 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഈ പാത്രം ചൂടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതുരുകും. ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്ക്, എൻ്റെ ഭർത്താവിന് ക്യാൻസർ പിടിച്ച് മരിച്ചു പോവുക, നിൻ്റെ കുട്ടികൾക്ക് ക്യാൻസർ പിടിക്കുക, ഈ മരണം പടച്ച നമ്പുരാൻ നിശ്ചയിച്ച് മരുന്ന്. പക്ഷെ അതേസമയത്ത് ഈ വ്യക്തി ക്യാൻസർ പിടിച്ച് കുടുംബത്തിൻ്റെ ആധാരം മുഴുവനും പണയപ്പെടുത്തി അല്ലെങ്കിൽ അതൊക്കെ വിറ്റ് ഈ മനുഷ്യനെ ചികിത്സിച്ചിട്ട് രക്ഷപ്പെടുത്താൻ ഡോക്ടറെ കൊണ്ട് കഴിയൂല. ആശുപത്രിയിൽ കാര്യമായി നടക്കുന്ന നമ്മളെ ആധാര വിൽപ്പനയാണ്. നമ്മൾ അവസാനം ഒരു 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച 10 ആഴ്ച 1 മാസം 6 മാസം തന്നെ നമ്മൾ ഇവരെ എന്ത് ചെയ്തു? നമ്മൾ ഇവരെ പിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ടാൽ അവസാനം ഒരു 2 ആഴ്ച മരിക്കില്ല. 2 ആഴ്ച മുമ്പ് ഡോക്ടർമാർ എന്ത് പറയും? ഇനി കാണേണ്ട ആളുകൾ അത്യാവശ്യക്കാരൊക്കെ ഒന്ന് കണ്ടോളൂ. മട്ട അരി എന്ന പേരിൽ പലപ്പോഴും ഇന്ന് പെയിന്റ് അടിച്ച അരി വരുന്നുണ്ട്. അവരെ മരണം വരെ ജയിലിലിടുക. ഇന്ന് ഞാൻ പറയുന്നത് മൺചട്ടിയെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരല്പം പറഞ്ഞു വെച്ചു. ഇന്നതിൻ്റെ ബാക്കി ഭാഗം പറയുകയാണ്. അപ്പോൾ മൺപാത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും മറ്റുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആധുനിക കാലത്ത് ഏറെ നമ്മുടെ അടുക്കളയിൽ സ്ഥാനം പിടിച്ച ഒന്നാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽപ്പെട്ട ഇത്. ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ്, അടി പിടിക്കില്ല. അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഇത് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി നമ്മൾ ഉപയോഗിക്കുന്നൊരു പാത്രമാണ് നോൺ സ്റ്റിക്ക് പാത്രം. എന്താ പ്രശ്നം? എന്താ അതിനെപ്പറ്റി പറയുക? ഈ പാത്രം അടി പിടിക്കൂല, പിന്നെ എത്ര ചൂടായാലും അടിയിൽ പിടിക്കൂല, സേഫാണ്, കരിഞ്ഞു പോകില്ല, ഭക്ഷണങ്ങൾ കരിയൂല. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രം. പക്ഷേ ഈ പാത്രത്തിൽ ഈ മെറ്റൽ, ഇതിപ്പോൾ ഒരു മെറ്റലാണ്, പക്ഷേ ഈ മെറ്റലിൻ്റെ ഇപ്പുറത്ത് ഇതിൽ ചില കോട്ടിങ്സ് ഉണ്ട്. ഈ കോട്ടിങ്സ് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ഈ കോട്ടിങ്സിനെ നമ്മൾ ശരിക്കും ചിന്തിക്കണം. എന്തായി പറയുന്നത്? വളരെ ചിന്തിക്കണം. എന്താണ് എന്നെ ഈ കോട്ടിങ്സ്? ഇതിപ്പോൾ കണ്ടില്ലേ, ഈ കോട്ടിങ്സ് കാരണമായിട്ടാണ് ഇതിപ്പോൾ അടി പിടിക്കൂല എന്ന് പറയുന്നത്. ലോഹമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അടി പിടിക്കേണ്ടതാണല്ലോ, പക്ഷേ ഇത് അടി പിടിക്കൂല. അപ്പോൾ അടി പിടിക്കാത്ത നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ്. ഇത് അടി പിടിക്കൂല, പ്രശ്നമാക്കണ്ട, ഒന്നും ഭക്ഷണം കരിഞ്ഞു പോകില്ല. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഭക്ഷണത്തെക്കുറിച്ച്. ഈ പാത്രത്തിന് നമ്മുടെ മാർക്കറ്റുകളിൽ വലിയ ഡിമാൻഡാണ്. പെണ്ണുങ്ങൾക്ക് ഇത് കിട്ടിയേ മതിയാവും. ഇതാണ് പാത്രം. പക്ഷേ ഈ പാത്രത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എന്താണ് ഈ സാധനം? ഇതിൽ ടെഫ്ലോൺ കോട്ടിങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിന്? അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടെഫ്ലോൺ കോട്ടിങ്ങുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ കോട്ടിങ് കാരണം ഇതൊരു രാസപദാർത്ഥമാണ്. ഒരു ടെഫ്ലോൺ കോട്ടിങ്ങാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് കാരണമാണ് ഇതെന്ത് ഒട്ടിപ്പിടിക്കാത്തതൊക്കെ അതാണ്. ഭക്ഷണം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെഫ്ലോൺ കോട്ടിങ്ങുകൾ ഈ ഇത്തരം പാത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് ഈ പാത്രം നമ്മൾ 260 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ ചൂടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കാം? ഈ കോട്ടിങ് ഉരുകിയിട്ട് ഭക്ഷണത്തിലേക്ക് ചേരും. അതായത് 260, അതൊക്കെ സ്വാഭാവികമായും വരുന്ന ചൂടുകളാണ്. അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക, നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ 260 ഒക്കെ സ്വാഭാവികമായി വരുന്ന സെൽഷ്യസാണ്. ആ 260 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലേക്ക് ഈ പാത്രം ചൂടായാൽ ആയിക്കഴിഞ്ഞാൽ പിന്നെന്താണ്ടാവും? ഇത് മെല്ലെ 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 ഉരുകും. ഉരുകിയിട്ട് അത് നമ്മളറിയാതെ ഭക്ഷണത്തിലേക്ക് ചേരും. ഞാനിനി വേറൊരു പാത്രം കാണിച്ചു തരാം. ഇതും നോൺ സ്റ്റിക്ക് പാത്രം തന്നെയാണ്. ഇത് നോൺ സ്റ്റിക്ക് പാത്രം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് 2 കൊല്ലം ഉപയോഗിച്ചു. ഇത് പുതിയതാണ്. ഇത് ഉപയോഗിച്ചിട്ടില്ല. 1 മാസം 2 മാസമൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കും. ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇത് 2 കൊല്ലം ഉപയോഗിച്ച പാത്രമാണ്.
അപ്പോൾ ഈ കോട്ടിങ് ഇതിലുണ്ടായിരുന്നു, ഈ ടെഫ്ലോൺ കോട്ടിങ് അടിസ്ഥാനപരമായി ഇതിലുണ്ടായിരുന്നു. ഇതിങ്ങനെ വൈറ്റ്നസ് ആയിരുന്നില്ല. ഇതും ഇതുപോലെ തന്നെ, ഈ പാത്രം ഇതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു ഇതിൽ, ഈ ടെഫ്ലോൺ കോട്ടിങ് ഇതിലുണ്ടായിരുന്നു, ഇതിലുള്ളതുപോലെ ഇതിലുണ്ടായിരുന്നു. പക്ഷെ ആ ടെഫ്ലോൺ കോട്ടിങ്ങിനെ ഇപ്പം നമ്മൾ അതിൻ്റെ ഈ ലാസ്റ്റ് ഏരിയയിൽ മാത്രമേ കാണുന്നുള്ളൂ, ഒരല്പം. അതൊക്കെ നമ്മളെ പള്ളയിലായിപ്പോയി. ഈ വിഷം ഇതൊരു വിഷമാണ്. ഈ ടെഫ്ലോൺ കോട്ടിങ് എന്നാൽ ഒരു വിഷമാണ്. ആ വിഷം വളരെ മാരകമായ വിഷങ്ങളിൽ ഒന്നാണിത്. ആ വിഷം നമ്മൾ അറിയാതെ നമ്മളെ ഉള്ളിലേക്ക് കയറുന്നു. ഞങ്ങൾക്ക് വേറൊരു പാത്രം കാണിച്ചു തരാം. ഇത് 4 കൊല്ലം ഉപയോഗിച്ച പാത്രമാണ്. ഇത് 1.5 കൊല്ലം 2 കൊല്ലം ഉപയോഗിച്ച പാത്രമാണ്. ഇത് പുതിയ പാത്രം. ഇത് തന്നെയാണ് ഇത്. ഇതിന് എഡ്ജിലും കാണില്ല, ഒന്നുമില്ല. മനസ്സിലാവണ്ട പറഞ്ഞത്? ഇതിലൊന്നുമില്ല, ഇതിലൊരു കോട്ടിങ്ങിനെയും നമ്മൾ കാണുന്നില്ല. ഇതെന്തായിരുന്നു? ഈ ടെഫ്ലോൺ കോട്ടിങ് ഇതിലുണ്ടായിരുന്നു. ഈ ടെഫ്ലോൺ കോട്ടിങ് ഇതിലുണ്ടായിരുന്നു. ഈ കറുകറുത്ത ഈ ടെഫ്ലോൺ കോട്ടിങ് ഇതിലുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അശേഷം ഇപ്പം ഇല്ല. നിങ്ങളിത് ശരിക്കും നിങ്ങൾ അടുക്കളയിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഈ ടെഫ്ലോൺ കോട്ടിങ്ങിൻ്റെ സാധാരണ ഉപയോഗം മനുഷ്യർക്ക് ക്യാൻസർ ഉണ്ടാക്കും. ഇത് മനുഷ്യന് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഈ ടെഫ്ലോൺ കോട്ടിങ് സ്ഥിരമായി നമ്മളെ വയറ്റിൽ ചെന്നാൽ ക്യാൻസറിന് പോലും കാരണമാകും. ഈ കരിച്ചോ പൊരിച്ചൊക്കെ അമിതമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നില്ല. ഇത് പലപ്പോഴും എണ്ണയുടെ പ്രശ്നം മാത്രമല്ല. ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ എണ്ണ ഉപയോഗിച്ചാൽ 260 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലേക്ക് പാത്രം ചൂടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതൊരുക്കും. ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്ക്, ഇതൊരേ അളവിൽ നോക്കും. നിങ്ങൾ ഒന്നിങ്ങോട്ടൊന്ന് ഒരു മോനെ തന്നെ ഒരു അതേ അളവിൽ ഇങ്ങോട്ട് കളി. ഇത് തന്നെയാണ് ഇത്. തുറന്ന് കാണിക്കുക. ഇത് തന്നെയാണ് ഇത്. ഒരൊറ്റ പാത്രമാണ്. ഈ സാധനം ഒന്നാണ്. അപ്പൊ ഇതിൽ ഈ കാണുന്ന ഈ ടെഫ്ലോൺ കോട്ടിങ്ങുകളൊക്കെ ഇപ്പൊ എവിടെ പോയി? നമ്മളെ വയറ്റിൽ പോയി. വളരെ ചിന്തിക്കണം. ഈ കോട്ടിങ് ചൂടാകുമ്പോൾ ഈ 260 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലേക്ക് പാത്രം ചൂടായി കഴിഞ്ഞാൽ ഈ കോട്ടിങ് ഉരുകി PFOA പോലെയുള്ള അതായത് പെർഫ്ലൂറോ ഒക്ടാനോയിക് ആസിഡ്, അതാണ് PFOA. അതുപോലെയുള്ള മാരകമായ വസ്തുക്കൾ പുറത്തേക്ക് വരും ഈ പാത്രത്തിൽ നിന്ന്. ഇത് ശ്വാസകോശ പ്രശ്നങ്ങൾക്കും ക്യാൻസറിനും പോലും കാരണമാകും. അപ്പോൾ ഇത് സ്ഥിരമായി ഇപ്പോൾ ഈ സാധനം ഹോട്ടൽ ഭക്ഷണമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നിന്ന് തട്ടുകട ഹോട്ടലിൽ നിന്നൊക്കെ സ്ഥിരം രാത്രി ഭക്ഷണം കഴിക്കുന്നവർ നമ്മളെ നാട്ടിൽ ധാരാളം. ഏത് ഹോട്ടലിലാണ് ഇന്ന് മൺപാത്രം ഉപയോഗിക്കണം? ഏത് ഹോട്ടലിലാണ് മൺപാത്രം ഉപയോഗിക്കണം? ഒരു ഹോട്ടലിൽ മൺപാത്രം ഉപയോഗിക്കണം? ഒരു ഹോട്ടലിലും ഇല്ല. അങ്ങോട്ട് വിളിക്കുക. ഇനി അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എന്താണ്, അത് ഈ ടെഫ്ലോൺ കോട്ടിങ്ങുകൾ ഉരുകൂല എന്നൊക്കെയാണ് സ്വാഭാവികമായും, അത് ഉരുകാത്തതാണ് എന്നൊക്കെയാണ് സ്വാഭാവികമായും അതിൻ്റെ പരസ്യം കൊടുത്തിട്ടുള്ളത്. ഇത് കോട്ടിങ് സ്വാഭാവിക ഉരുകൂല, ശരിയാണ്. പക്ഷെ അതിൻ്റെ തന്നെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ചിന്തിക്കണം. ഇപ്പം നമുക്ക് ഞാൻ വളരെ വ്യക്തമായി ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത് നിങ്ങൾ ചിന്തിക്കുക. ഇതൊരു 2 കൊല്ലം ഉപയോഗിച്ചാണ്. ഇത് ഒരു 3.5 കൊല്ലം ഉപയോഗിച്ചതാണ്. ഹോട്ടലിലും തട്ടുകടയിലൊക്കെ 2 മാസം കൊണ്ട് അതിനെങ്ങനെയോ
വീട്ടിലായതുകൊണ്ട് അതിന് പരിധി ഉണ്ടല്ലോ എന്നതാണ്. ടെഫ്ലോൺ കോട്ടിങ്ങുകൾ പെട്ടെന്ന് ഭക്ഷണത്തിലേക്ക് കയറൂല എന്നുള്ളത് സത്യം. പക്ഷെ അതേ സമയത്ത് അതേക്കുറിച്ചുള്ള പഠനം however microwave safe only means it will not physically melt. അതായത് ഇതിലുപയോഗിച്ചിട്ടുള്ള ഈ കോട്ടിങ്ങുകൾ ഇത് however microwave safe only means it will not physically melt. അതായത് സ്വാഭാവികമായി ഈ രാസപദാർത്ഥം ഭക്ഷണത്തിൽ കലരൂല എന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതേക്കുറിച്ചുള്ള പഠനം പറയണം. അതായത് സ്വാഭാവികമായും ഇതിലൊരു ഭക്ഷണം വെക്കുമ്പോഴത്തേന് ആ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ഇതിലുള്ള ഈ എന്താ പറയുക രാസപദാർത്ഥങ്ങൾ കലരൂല എന്ന് മാത്രമേ ഈ ടെഫ്ലോൺ കോട്ടിങ്ങുകൾ സ്വാഭാവികമായും അത് ഭക്ഷണം വെച്ചത് കൊണ്ട് മാത്രം അതിലേക്ക് കലരൂല എന്നുള്ളത് ശരിയാണ്. അതേക്കുറിച്ചുള്ള പഠനങ്ങൾ, അവരുടെ അവകാശവാദങ്ങൾ. പക്ഷേ അതേ സമയത്ത് however microwave safe only means it will not physically melt. അതേ സമയത്ത് heat can still cause some plastics to break down and release microplastics or chemical additives into food. അതേ സമയത്ത് തന്നെ ഹീറ്റ് ക്യാൻ സ്റ്റിൽ കോസ്, ഇതേ സന്ദർഭത്തിൽ തന്നെ ചൂട് വന്നാൽ, അമിതമായ ചൂട് വന്നാൽ സം പ്ലാസ്റ്റിക് ടു ബ്രേക്ക് ഡൗൺ ആൻഡ് റിലീസ്, ചില പ്ലാസ്റ്റിക്കുകൾ അതേപോലെ തന്നെ മറ്റുള്ള ചേരുവകൾ പുറത്തു വരും. മൈക്രോ പ്ലാസ്റ്റിക്കുകളായിട്ടോ കെമിക്കൽ അഡിറ്റീവ്സ് ആയിട്ട്, അതായത് ഇതിലേക്ക് ചേർന്നിട്ടുള്ള മറ്റു രാസപദാർത്ഥങ്ങളുണ്ട്. ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളും ഇതിലടങ്ങിയിട്ടുള്ള ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളും മറ്റു കെമിക്കൽ രാസപദാർത്ഥങ്ങളുമെല്ലാം ചേരാനുള്ള സാധ്യത ഉണ്ട്. ചൂട് വന്നാൽ ഹീറ്റ് ക്യാൻ സ്റ്റിൽ കോസ് ഫ്രം സം പ്ലാസ്റ്റിക്സ്, അതായത് മൈക്രോ പ്ലാസ്റ്റിക് തന്നെ ചൂട് കൂടിയാൽ ഇതിലേക്ക് ഭക്ഷണത്തിലേക്ക് ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഇത് അതേക്കുറിച്ചുള്ള പഠനമാണ്. അവർക്ക് തന്നെ അത്രേ വാദമുള്ളൂ. സ്വാഭാവികമായി ഈ പ്ലാസ്റ്റിക്സും ഈ ടെഫ്ലോൺ കോട്ടിങ്ങുകളും നേരിട്ടൊരു ഭക്ഷണം, തണുത്ത ഭക്ഷണമോ അല്ലെങ്കിൽ നേരിയ ചൂടുള്ളൊരു ഭക്ഷണമോ വന്നാൽ ഇതിലേക്ക് ചേരൂല എന്ന് മാത്രമേ അവർ തന്നെ അവകാശപ്പെട്ടിട്ടുള്ളൂ. പരിധി വിട്ട് ചൂട് വന്നു കഴിഞ്ഞാൽ ഒരളവിൽ, അതായത് 260 മുകളിലാണെങ്കിൽ വ്യക്തമായി അത് കാണുന്നതാണ്. അതേ സമയത്ത് അതിൻ്റെ താഴെയും ഇതിൻ്റെയൊക്കെ രാസപ്രവർത്തനം ഭക്ഷണത്തിൽ നടന്നിട്ടുണ്ടാവും. 260 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലാവുമ്പോൾ ഉരുകും എന്ന് 100% അവരെന്നെ പറയുന്നുണ്ട്. 100% ഉരുകും. അപ്പം ഈ ഉരുകലാണ് സത്യത്തിൽ ഈ ടെഫ്ലോൺ കോട്ടിങ്സ് ആയ ഇത് ഉരുകിയതാണ്. ഇത് അപ്പം ഇവിടെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മൾ വളരെ മൈക്രോവേവ് സേഫാണ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം പാത്രങ്ങൾ ഒരിക്കലും മൈക്രോവേവ് സേഫ് അല്ല. അതിങ്ങനെ വരൂലല്ലോ. അപ്പോൾ വളരെ ഇത് നമ്മൾ ചിന്തിക്കണം. അതേ സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ സത്യത്തിൽ പ്രശ്നങ്ങളൊന്നും യഥാർത്ഥത്തിലുള്ള മൺപാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് 100% സേഫാണ്. 100% സേഫാണ്. സീറോ കെമിക്കൽ ടോക്സിസിറ്റി, അതായത് 100% അതിൽ രാസവിമുക്തമാണ്. നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, എന്തുപയോഗിക്കുകയാണെങ്കിൽ മൺകല ഉപയോഗിക്കണം. നല്ല മൺകല ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാൻസറിന് കാരണമാവുന്നത് മാത്രമല്ല, നല്ല ഇമ്മ്യൂണിറ്റി പവർ കൂടുകയും ചെയ്യും. അതിന് ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശുദ്ധമായ കളിമണ്ണിൽ ഇത്തരം യാതൊരുവിധ സിന്തറ്റിക് കോട്ടിങ്ങുകളും ഇല്ല. അത് ഉറപ്പാണല്ലോ. ഇതിലൊരു സിന്തറ്റിക് കോട്ടിങ്ങും ഇല്ല. 2 സാധനമാണ് ഇതിലുള്ളത്. ഒന്ന് വെള്ളം, പിന്നെ കളിമണ്ണ്. അത്രേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. ഒരു സിന്തറ്റിക് കോട്ടിങ്ങും ഇതിലില്ല. എത്ര ഉയർന്ന ചൂടിലും, അത് എത്ര ചൂട് കൂടിയാലും, ഇനിയിപ്പോൾ 1000 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് അങ്ങനെ വരില്ല. സപ്പോസ് അങ്ങനെ വന്നാൽ തന്നെ ഇതിൽ ഉരുകി ചേരാവുന്നത് എന്തേ ഉള്ളൂ? മണ്ണ്. അത് മനുഷ്യൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ എത്ര ചൂടായാലും ഇതിൽ പ്രശ്നമില്ല. ഏറി വന്നാൽ മണ്ണേ ഉള്ളൂ. മണ്ണ് നല്ലതുമാണ്. അപ്പം നമ്മളെ അടുക്കളകൾ 100% ലോഹപാത്രങ്ങളിൽ നിന്ന് മാറണം.
ഇത്തരം ലോഹപാത്രങ്ങൾ ഒക്കെ മാറ്റണം. നമ്മൾക്ക് ഗ്യാസിന് വെക്കണ്ട, ഈ വിറക് ഉപയോഗിച്ചോ. നിനക്ക് അല്ല, ഗ്യാസ് കൂടുതൽ ചിലവാകും എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ അതിൻ്റെ ദോഷങ്ങൾ എത്ര വലുതാണ്. നിന്റെ ഭർത്താവിന് ക്യാൻസർ പിടിച്ച് മരിച്ചു പോവുക, നിന്റെ കുട്ടികൾക്ക് ക്യാൻസർ പിടിക്കുക. ഈ മരണം പടച്ച തമ്പുരാൻ നിശ്ചയിച്ച മരുന്ന്. പക്ഷെ അതേ സമയത്ത് ഈ വ്യക്തി ക്യാൻസർ പിടിച്ച് കുടുംബത്തിൻ്റെ ആധാരം മുഴുവനും പണയപ്പെടുത്തി അല്ലെങ്കിൽ അതൊക്കെ വിറ്റ് ഈ മനുഷ്യനെ ചികിത്സിച്ചിട്ട് രക്ഷപ്പെടുത്താൻ ഡോക്ടറെ കൊണ്ട് കഴിയൂല. ആശുപത്രിയിൽ കാര്യമായി നടക്കുന്ന നമ്മളെ ആധാര വിൽപ്പനയാണ്. അല്ലാതെ എന്താ ആശുപത്രി നടക്കുന്നത്? നമ്മൾ അവസാനം ഒരു 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച 10 ആഴ്ച 1 മാസം 6 മാസം തന്നെ നമ്മൾ ഇവരെ എന്ത് ചെയ്തു? നമ്മൾ ഇവരെ ആശുപത്രി കൊണ്ടുപോയിട്ടാൽ അവസാനം ഒരു 2 ആഴ്ച മരിക്കുന്ന 2 ആഴ്ച മുമ്പ് ഡോക്ടർമാർ എന്ത് പറയും? ഇനി കാണേണ്ട ആളുകൾ അത്യാവശ്യക്കാരൊക്കെ ഒന്ന് കണ്ടോളൂ. അപ്പോൾ അതിന് ആധാരമൊക്കെ പോയി ആധാരം പട്ടയം ഇതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഇനിയാണ് പിന്നെ അവസാനം നല്ല നിലയിൽ കൊണ്ട് മരിക്കും. അതന്നെ. ഇനി അവസാനം പിന്നെന്താ? ഈ നല്ല നിലക്ക് മരിക്കൽ നടക്കൂല. ഈ നല്ല നിലക്ക് മരിക്കുക എന്ന് പറയുന്നത് ഇന്നില്ല. ആശുപത്രി കൊണ്ടുപോയി പിന്നെ ICUയിൽ ഇട്ടു. ഒരു കെലിമ ചൊല്ലി ഒരു മുസ്ലിമിന് മുസ്ലിമായി മരിക്കാൻ, ഒരു ഹിന്ദുവിന് ആ ഹിന്ദുവായി മരിക്കാനുള്ള സൗകര്യമൊന്നും ഇന്നത്തെ സാഹചര്യത്തിലില്ല. വിഷ്ണു പുരാണത്തിലുണ്ട്, ദൈവമേ എന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പറയാൻ കഴിയാത്തൊരു മരണമായിരിക്കും അക്കാലത്ത് സംഭവിക്കാൻ. ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കും പറഞ്ഞതിൻ്റെ അർത്ഥം. വിഷ്ണു പുരാണത്തിലുണ്ട്. അവസാന കാലം വരുമ്പോൾ, ലോകാവസാനത്തിൻ്റെ കാലത്തേക്ക് അടുത്തു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ദൈവമേ എന്ന് പറയാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എനിക്ക് കഴിയില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണം. ഒന്ന്, അധികരിച്ചു വരുന്ന ലിബറലിസത്തിൽ കൂട്ടും കുടുംബമൊക്കെ പെട്ടുപോവുക. 2, വായും ഒക്കെ പൂട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. പിന്നെ എന്താ ദൈവമെന്ന് പറയാൻ കഴിയും? അപ്പം ഈ അവസ്ഥയിലേക്ക് നമ്മളെ കുടുംബത്തിനെ എന്തിനാണ് നമ്മൾ തള്ളുന്നത്? പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഇതല്ലേ? ഈ പാത്രത്തിൻ്റെ ഗുണം, പാത്രത്തിൽ എന്തൊക്കെ ധാതുക്കളുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇല്ലാത്തതും ഈ ചൂടാക്കുമ്പോൾ ഇതിൽ നിന്ന് ചേരുന്നതുമായ ധാതുക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം ആ ഭക്ഷണത്തിൽ ഇല്ലാത്ത ധാതു, ആ ധാതു എന്തിലുണ്ട്? ഈ കളിമണ്ണിലുണ്ട്. കളിമണ്ണ് ചൂടാക്കുമ്പോൾ സ്വാഭാവികമായും ആ ധാതുക്കൾ എന്തിലേക്ക് വരും? ഭക്ഷണത്തിലേക്ക് വരും. അത് നിനക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. കളിമണ്ണ് കുടുക്കയിൽ പാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മളെ കരുത്ത് കൂട്ടേ അതിൽ ഒരിക്കലും എന്തില്ല, സിന്തറ്റിക് കോട്ടിങ് എന്ന സാധനം ഇതിലില്ല. ഇത് നേച്ചുറലാണ്. ഏത് കാലഘട്ടത്തിലും ആദിമ മനുഷ്യൻ മുതൽ ഉപയോഗിച്ച പാത്രങ്ങളാണ് ഇതൊക്കെ. അക്കാലത്തെ മനുഷ്യൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. അവരെ ഭക്ഷണത്തിൽ ഏറി വന്ന ചേരാൻ എന്തേ ഉള്ളൂ? കളിമണ്ണ്. അത് നല്ലതാണ്. അത് എന്തൊക്കെയോ ധാതുക്കളുണ്ട്. അപ്പൊ ഇത് നമ്മൾ വളരെ ചിന്തിക്കണം. മെറ്റൽ ലീച്ചിങ് എന്നൊരു സംഗതി സ്വാഭാവികം. ഇപ്പം നമ്മൾ ഉദാഹരണം അലുമിനിയം പാത്രങ്ങളുടെ ഒരു അവസ്ഥ എന്തെന്നാൽ, തക്കാളി, പുളി, വിനാഗിരി തുടങ്ങിയ അസിഡിറ്റി ഉള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്യുമ്പോൾ ലോഹം ഭക്ഷണത്തിലേക്ക് അലിഞ്ഞു ചേരും. അതായത് പെട്ടെന്ന്, അതായത് പുളിയുള്ള ഭക്ഷണങ്ങളെ ലോഹപാത്രങ്ങളിൽ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായും ആ ലോഹത്തിൻ്റെ അംശം ഈ അസിഡിറ്റി കാരണം എന്തിലേക്ക് ചേരും? ഭക്ഷണത്തിലേക്ക് ചേരും. ഈ അവസ്ഥ വന്നാൽ എന്താ പ്രശ്നം? ഇത് ശരീരത്തിൽ അലുമിനിയത്തിൻ്റെ അളവ് കൂട്ടും. ഇതിനൊക്കെ ഒരു ശരീരത്തിൽ അയൺ ഉണ്ടാകണമെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. അതിനൊരു പരിധിയുണ്ട്. അലുമിനിയൊക്കെ വളരെ ആപത്തുണ്ടാക്കുന്ന പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഈ അലുമിനിയത്തിൻ്റെ അളവ്, അലുമിനിയം പാത്രങ്ങളാണ് ഏകദേശം നമ്മളെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ അലുമിനിയം പാത്രങ്ങളിൽ നമ്മൾ തക്കാളി ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇന്ന് കുറവല്ലേ? തക്കാളിയിൽ സ്വാഭാവികമായും എന്തുണ്ട്? പുളിയുണ്ട്. ഇനി സ്വാഭാവികമായും പുളി ഇല്ലാത്തൊരു ഭക്ഷണ പദാർത്ഥം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കണില്ലല്ലോ. മനസ്സിലാവണല്ലേ പറഞ്ഞത്? പുളിയിൽ അത് അസിഡിറ്റിയാണ്. ഈ അസിഡിറ്റി ലോഹവുമായി ചേർന്ന് ചൂടാകുമ്പോൾ ഈ ലോഹത്തിൻ്റെ അംശം നേരെ എന്തിലേക്ക് കയറും? ഭക്ഷണത്തിലേക്ക് കയറും. അപ്പോൾ അലുമിനിയം പാത്രത്തിൽ പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഭക്ഷണത്തിലേക്ക് എന്ത് കയറും? അലുമിനിയത്തിൻ്റെ അംശങ്ങൾ കയറും. ഇത് അൾഷിമേഴ്സിന് കാരണമാവും. ഇന്ന് അൾഷിമേഴ്സ് അധികരിക്കില്ല. നാടാകെ അൾഷിമേഴ്സ് എന്നത് ഇന്ന് അധികരിച്ച രോഗം. ഒരുപക്ഷെ ഇത് കാരണമായേക്കാം.
കാരണം ഒരു വീട്ടിലും എന്ന് പറഞ്ഞാൽ 99% വീടുകളിലും കളിമൺ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി ഇല്ല. അപ്പോൾ ഈ അൽഷിമേഴ്സ് വളരാനുള്ള പ്രധാനപ്പെട്ട അധികരിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം പുളി, തക്കാളി, പുളി. അലുമിനിയം പാത്രങ്ങളിൽ തക്കാളി, പുളി, വിനാഗിരി അടങ്ങിയ അസിഡിറ്റി ഉള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോൾ ലോഹം ഭക്ഷണത്തിലേക്ക് അലിഞ്ഞു ചേരും. ഇത് ശരീരത്തിൽ അലുമിനിയത്തിൻ്റെ അളവ് കൂട്ടും. അത് അൽഷിമേഴ്സ് മാത്രമല്ല വൃക്ക രോഗങ്ങൾക്കും കാരണമാകും. വൃക്ക പോയി പോകും. എങ്ങനെ വൃക്ക പോയത് അറിയൂല. വൃക്ക പോയിട്ടുണ്ട്. ഒരു വൃക്ക, 2 വൃക്ക പോയി കഴിഞ്ഞു. വൃക്ക പോയി. എന്താ കാരണം? അമിതമായ അലുമിനിയത്തിൻ്റെ അളവ് ശരീരത്തിൽ ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഡാമേജ് വരും. എന്തിനാ ഡാമേജ് വരിക? വൃക്കക്ക് ഡാമേജ് വരും. വളരെ ചെറിയൊരു സാധനമാണത്. ശരീരത്തിൻ്റെ മുഴുവനും ബാലൻസ് നിയന്ത്രിക്കുന്ന, അതിൻ്റെ ഇമ്മ്യൂണിറ്റി നിയന്ത്രിക്കുന്ന എന്നല്ല ആരോഗ്യം നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് വൃക്ക. ഈ വൃക്ക തകരാറില്ലാവും. അപ്പോൾ അൽഷിമേഴ്സ് മാത്രമല്ല വൃക്ക തകരാറില്ലായി. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മളെ നാട്ടിൽ അത് അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഡയാലിസിസ് സെൻ്ററുകളാണ്. എന്നിട്ട് അവരൊക്കെ വലിയ ദയ ചെയ്യുന്നവരായി സമൂഹത്തിൽ കാണിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഡയാലിസിസ് സെൻ്ററിന് വേണ്ടി ഒരാൾ ദാനം ചെയ്തു. വലിയ ദാനം ചെയ്യേണ്ടതല്ല. ഇപ്പം നമ്മളെ നാട്ടിലെ ഇന്നത്തെ വലിയ ദാനം എന്താണ്? ഞാൻ ഡയാലിസിസ് സെൻ്റർ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ 10 സെൻറ്റ് ഭൂമി വിട്ടുകൊടുത്തു. വലിയ ദാന മഹാനായി. ഡയാലിസിസ് സെൻ്ററിലെ മെഷീൻ ഞാൻ വാങ്ങിക്കൊടുത്തു. ഈ ഡയാലിസിസ് സെൻ്ററിലേക്ക് ദിവസം ആള് വന്ന് ചേരുക. നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അത് ചെയ്യരുത് എന്നല്ല. പക്ഷെ ഈ ഡയാലിസിസ് സെൻ്ററുകളിൽ നമ്മളെ ജനങ്ങൾ ഇനി വരാതിരിക്കാനുള്ള കാരണങ്ങൾ അവർ പറഞ്ഞു കൊടുക്കണം. ഈ ഡയാലിസിസ് സെൻ്ററിൽ വന്നു പോയ ആളെ ആരോഗ്യം തകർന്നിട്ടുണ്ട്, ക്ഷയിച്ചിട്ടുണ്ട്, ആയുസ് തീർന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഈ ആയുസ്സുള്ള കാലം രോഗിയായി ജീവിക്കാനുള്ളൊരു അവസരം മാത്രമേ ഡയാലിസിസ് സെൻ്ററിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അതേസമയത്ത് ഇത്തരം വിജ്ഞാനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിൽ ബോധവൽക്കരണം സർക്കാർ ചെയ്യേണ്ട കാര്യമാണിത്. ഇത് ഞാനല്ല ചെയ്യേണ്ടത്. ഇത് കേരള സർക്കാർ ആരോഗ്യ വകുപ്പിന് അന്തമില്ലാത്തൊരു ആരോഗ്യ വകുപ്പുണ്ട് നമ്മുടെ നാട്ടിൽ. എന്താണ് ഈ ആരോഗ്യ വകുപ്പ് ചെയ്യുന്നത്? ജനങ്ങളിൽ ആരോഗ്യം നിലനിർത്താൻ എന്താണ് ആരോഗ്യ വകുപ്പ് ചെയ്യുന്നത്? ചുരുക്കി ഇത് ചെയ്യേണ്ട ബാധ്യത എനിക്കല്ലല്ലോ, ആരോഗ്യ വകുപ്പിനല്ലേ. അവരല്ലേ അത് ചെയ്യേണ്ടത്. അവരെന്താ ചെയ്യേണ്ടത്? ആരോഗ്യ വകുപ്പ് ഗ്രാമസഭകൾ പോലെയുള്ള ഗ്രാമസഭകൾ, ഓരോ ഏരിയയിൽ ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യണം? ഇത്തരം പാചകങ്ങളിൽ വരുന്ന ഇന്നത്തെ ഈ ഡയാലിസിസ് സെൻ്ററിലേക്ക് വരുന്ന ആരോഗ്യം ക്ഷയിച്ച ആളല്ലേ. നമുക്കൊരു കാര്യക്ഷമമായ ആരോഗ്യ വകുപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നില്ല. കാര്യക്ഷമമായ ഒരു ആരോഗ്യ വകുപ്പ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നില്ല. എന്താണ് ആരോഗ്യ വകുപ്പ് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ഗുളികകൾ കൊടുക്കും. എന്താണ് അവർ ചെയ്യുക? എന്താ പറയുക, ഇൻസുലിൻ കുത്തിവെക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്താണ് ആരോഗ്യ വകുപ്പ് ചെയ്യുന്നത്? ആരോഗ്യ വകുപ്പ് ഡയാലിസിസ് സെൻ്റർ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ ആരോഗ്യമല്ലല്ലോ. അനാരോഗ്യ കാലത്ത് ആയുസ് ചെലവഴിക്കാനുള്ള വഴിയാണ്. ഇത് ആരോഗ്യ വകുപ്പല്ലത്. അനാരോഗ്യ കാലത്ത് മരണം വരെ നിൽക്കാനുള്ള ഒരു മുട്ടുശാന്തി മാത്രമാണ് ഇന്നത്തെ ആരോഗ്യ വകുപ്പ്. ഇന്നത്തെ ആരോഗ്യ വകുപ്പേ അല്ല. കെ മുരളീധരനാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി തോന്നുന്നു, അല്ലേ? അങ്ങനെ തോന്നുന്നു. കെ മുരളീധരനാണ്, അങ്ങനെ തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആണെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നത്. ആരോഗ്യ വകുപ്പ് എന്തല്ല, ഇന്നത്തെ ആരോഗ്യ വകുപ്പല്ല. അനാരോഗ്യകാലത്ത് മരണം വരെ കഴിഞ്ഞുകൂടാനുള്ള മുട്ടുശാന്തികൾ ചെയ്യുക എന്നത് മാത്രമാണ് ഇന്നത്തെ ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. ഇതെങ്ങനെ ആരോഗ്യവകുപ്പാവുക? ജനങ്ങൾ ആരോഗ്യത്തോടുകൂടെ നിലനിൽക്കാൻ ആവശ്യമായത് ചെയ്തു കൊടുക്കലാണ് ആരോഗ്യവകുപ്പ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഉദാഹരണം പഞ്ചസാര ഉപയോഗിക്കുന്നതിലൂടെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക, അത് ആരോഗ്യവകുപ്പിൻ്റെ ബാധ്യതയാണ്. ശുദ്ധമായ ശർക്കര ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക. അരി, ഇന്നത്തെ വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നതിന് 100% ജനങ്ങളെ തടയുക. വൈറ്റ് റൈസ് ഉപയോഗിച്ചാൽ അനാരോഗ്യം വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ ബ്ലീച്ച് റൈസ് ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുക, അത് പാടില്ല എന്ന് പറയുക. സർക്കാരിൻ്റെ റേഷൻ
അരിയായിട്ട് നല്ല ശുദ്ധമായ 1-ാം നമ്പർ ശുദ്ധമായ എന്താ പറയുക തവിടുള്ള അരി വിതരണം ചെയ്യുക. ഇതാണ് ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത്. ഇത് ആരോഗ്യവകുപ്പ് എന്ന് ചെയ്യുന്നു. ആരെങ്കിലും ഇപ്പം മട്ട അരി എന്ന പേരിൽ പലപ്പോഴും ഇന്ന് പെയിന്റ് അടിച്ച അരി വരുന്നുണ്ട്. അവരെ മരണം വരെ ജയിലിലിടുക. മരണം വരെ ആ അരിയിൽ ഒരാൾ പെയിന്റ് കയറ്റിയാൽ അരിയിൽ വിഷം കയറ്റുന്നവരെ ഭക്ഷണ പദാർത്ഥത്തിൽ ഒരാൾ മായം കയറ്റുന്നതാണെങ്കിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുക. അവർ പുറത്തേക്ക് വരരുത്, മാതൃകാപരമായി ശിക്ഷിക്കുക. കാരണം എന്തുകൊണ്ട് ഇപ്പം മട്ട അരി എന്ന പേരിൽ ജനങ്ങൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മട്ടരി വാങ്ങണത്. ഈ മട്ടരി ഇന്ന് പെയിന്റാണ്. പല മട്ടരിയും പെയിന്റ്. ഈ മട്ടരി ഉപയോഗിച്ചാൽ മനുഷ്യന്റെ കിഡ്നി പോവും. ഇന്നത്തെ മട്ടരി അവരും മാതൃകാപരമായി ശിക്ഷിക്കാൻ സർക്കാർ ഇതല്ലേ ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത്? ഇതല്ലേ ഭരണകൂടം ചെയ്യേണ്ടത്? നമ്മളെ നാട്ടിന് യാതൊരു വ്യവസ്ഥയില്ല, എന്തും ആർക്കും ചെയ്യാം. സാധാരണ ജനങ്ങൾ ചിന്തിക്കണം. മനുഷ്യൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ഉദാഹരണം മരണം വരെ 100-100 ചില്ലാനും വയസ്സൊക്കെ ജീവിച്ചിട്ട് ആരോഗ്യത്തോടെ എണീറ്റ് നടന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്തവരാണ് ബ്രിട്ടീഷ് രാജ്ഞിമാർ, രാജകുമാരന്മാർ. എന്തുകൊണ്ട് അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്നത്തെ രൂപത്തിലുള്ള എന്താ പറയുക പ്ലാസ്റ്റിക് ഉപയോഗിച്ച പാത്രങ്ങളോ അതോ ഒന്നും അവർ ഉപയോഗിക്കില്ല. ഒരു സിന്തറ്റിക് കോട്ടിങ്ങുകൾ കയറുന്ന ഒരു ഭക്ഷണം ഒന്നും ഒരു ഉപയോഗിക്കുള്ളൂ. വളരെ നാച്ചുറൽ ഫുഡായിരിക്കും. അതായത് ബ്രിട്ടീഷ് രാജാക്കന്മാർ, രാജകുമാരിമാരും അവരൊക്കെ എന്താ ചെയ്യുക? അവരുടെ തന്നെ ഫീൽഡിൽ ഉണ്ടാക്കി വളരെ നാച്ചുറലായി പ്രകൃതിദത്തമായി ഉള്ള അവസ്ഥ കൃഷി ചെയ്ത് ഇങ്ങനെയുള്ള മൺകലങ്ങളിലും പാത്രങ്ങളിലൊക്കെ വേവിച്ച് ശുദ്ധീകരിച്ച ഭക്ഷണം അവർ കഴിക്കുക. അവർക്ക് ആയുസ് പടച്ചോൻ കൊടുക്കും. പക്ഷെ ആരോഗ്യം മനുഷ്യൻ ഉണ്ടാക്കണ്ടേ? ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന മനുഷ്യനല്ലേ? ആയുസ് പടച്ചോൻ നിശ്ചയിച്ചല്ലേ? പക്ഷെ ആരോഗ്യം മനുഷ്യനും അധികാരം കൊടുത്തിട്ടില്ലേ നിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ? എന്തുകൊണ്ടാണ് എലിസബത്ത് രാജ്ഞിയൊക്കെ മരിക്കണിന്റെ തലേന്ന് വരെ എണീറ്റെടുക്കുക? എന്തുകൊണ്ട്? അതിനൊക്കെ എന്തായിരിക്കും? 100 ചില്ലാനം വയസ്സിലെ എലിസബത്ത് രാജ്ഞി ഈ കഴിഞ്ഞ അടുത്ത ദിവസമല്ലേ, ഈ അടുത്ത കാലത്തല്ലേ മരിക്കണത്? എന്തുകൊണ്ട് അവർക്ക് എനിക്ക് കഴിഞ്ഞത്? അവർ അത്രയും നാച്ചുറലായ സാധനം ഉപയോഗിക്കുള്ളൂ. ഇതല്ലേ സത്യത്തിൽ ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത്? ഇതല്ലേ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്വം? അപ്പൊ ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്ന ഈ ആരോഗ്യവകുപ്പ് ആരോഗ്യ വകുപ്പേ അല്ല, അനാരോഗ്യ വകുപ്പ് എന്നാണ് പറയേണ്ടത്. അനാരോഗ്യകാലത്ത് മരണം വരെ ഒരു മനുഷ്യന് മുട്ടുശാന്തി നൽകാൻ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ആരോഗ്യ വകുപ്പ്. ആരോഗ്യ വകുപ്പേ അല്ല.